ക്യാബിനറ്റ് അറിയാതെ ഈ ഒപ്പിട്ടു എന്നുള്ളതാണ്. ഒന്ന്, ക്യാബിനറ്റിൽ നിന്ന് 16-ാം തീയതി ഒപ്പിട്ട സംഭവം ക്യാബിനറ്റിൽ നിന്ന് മറച്ചു വെച്ചു എന്നുള്ളതാണ്. ഇതിന്റെ ഒരു ഭരണഘടനാ വിശദീകരണം എന്താണ്? അല്ല, ഒന്നാമത്തെ കാര്യം, ക്യാബിനറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് സീക്രട്ട് അല്ല. ക്യാബിനറ്റ് ഡിസിഷൻ അത് നോട്ടിഫൈ ചെയ്യേണ്ടി വരും. ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്യാബിനറ്റിൽ ഒരു മന്ത്രിക്ക് വിയോജിക്കാം. പക്ഷെ ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ, കാരണം മെജോറിറ്റി അനുസരിച്ചാണ് ഡിസിഷൻ എടുക്കുക, ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ മന്ത്രിമാരും ആ ഡിസിഷനെ പിന്താങ്ങേണ്ടി വരും. അതാണ്, ആ ഡിസിഷനെ പിന്നെ എതിർക്കാൻ പറ്റില്ല ഒരു മന്ത്രിക്കും. പക്ഷെ അത് ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തെങ്കിൽ മാത്രം. ഇതിപ്പോ എനിക്കറിഞ്ഞുകൂടാ അവിടെ എന്താ സംഭവിച്ചെന്നുള്ളത്. ക്യാബിനറ്റ് കൂടി ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തോ ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ അതിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വശം പറയുകയാണ്. ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു മന്ത്രിക്കും അതിനെ എതിർക്കാൻ പറ്റില്ല. എല്ലാവരും അതിനെ. ശ്രീ പി.ടി. ആചാര്യ, ഇതിൽ ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ടെങ്കിൽ CPI മന്ത്രിമാർ അറിയേണ്ടതാണ്. പക്ഷേ ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാതാണ് ഇത് ഒപ്പിട്ടതെങ്കിൽ അത് ക്യാബിനറ്റ് ഒപ്പിട്ടതിന് ശേഷവും മന്ത്രി ആർ രാജൻ ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അത് മറച്ചു വെക്കുകയാണ് ചെയ്തത്. അല്ല, അതൊരു തമ്മിലുള്ള പ്രശ്നമായിരിക്കും. എനിക്ക് അറിഞ്ഞുകൂടാ, അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ പറയുന്നത് അതിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനെ കുറിച്ച് പറഞ്ഞതാണ്. ക്യാബിനറ്റ് ഡിസൈഡ് ചെയ്തു കഴിഞ്ഞാൽ ഇനി വേറെ ഒരു കാര്യമുണ്ട്. അതായത് ചില കാര്യങ്ങൾ ക്യാബിനറ്റിന് പോകേണ്ട കാര്യമില്ല. അത് അതിന്റെ വകുപ്പ് മന്ത്രിമാർക്ക് അതിനെ തീരുമാനിക്കാവുന്നതാണ്. പക്ഷെ അതൊക്കെ ഏതൊക്കെ കാര്യങ്ങളാണെന്നുള്ള ട്രാൻസാക്ഷണൽ ബിസിനസ് റൂൾസിലൊക്കെ ഉണ്ട്. അത് അനുസരിച്ചാണത്. നമുക്ക് അറിഞ്ഞുകൂടാ അതെന്താ അവിടെ എങ്ങനെയാണത് തീരുമാനിച്ചതെന്നൊന്നും. പി.ടി. ആചാര്യ, മറ്റൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ LDF-ന് നയപരമായ ഒരു കാര്യമാണിത്. LDF-ന് നയപരമായ ഒരു കാര്യത്തിൽ ക്യാബിനറ്റ് മുൻപും ചർച്ച ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും ആ നയം മാറുകയാണെങ്കിൽ അത് ക്യാബിനറ്റിനെ അറിയിക്കേണ്ടതല്ലേ? ക്യാബിനറ്റിൽ തീർച്ചയായിട്ടും നയപരമായ പോളിസി കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് ക്യാബിനറ്റാണ്. പോളിസി കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് ഒരു പ്രത്യേക ഒരു മന്ത്രി, ഒരു സെപ്പറേറ്റ് മന്ത്രി, ഒരു ഇൻഡിവിജ്വൽ മിനിസ്റ്റർ അല്ല. പോളിസി മാറ്റേഴ്സ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ക്യാബിനറ്റാണ്. ഇതിവിടെ സെൻട്രൽ ഗവൺമെന്റിലാണെങ്കിലും പോളിസി മാറ്റേഴ്സ് എല്ലാം ക്യാബിനറ്റാണ് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ഒരു മന്ത്രി, ഒരു മിനിസ്ട്രിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എല്ലാം ആ മന്ത്രിക്ക് തീരുമാനമെടുക്കാം. പക്ഷെ പോളിസി മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത് ക്യാബിനറ്റിന്റെ ഡിസിഷനാണ് അതിനകത്ത് വാലിഡ് ആയിട്ടുള്ളത്. ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ്. ഇനി അങ്ങനെ പോളിസിപരമായ ഒരു കാര്യത്തിൽ ആ പോളിസിക്ക് വിരുദ്ധമായ ഒരു മന്ത്രിയോ വകുപ്പോ പ്രവർത്തിച്ചു എങ്കിൽ പിന്നീട് എന്താണ് അത് പരിഹരിക്കപ്പെടുക? എങ്ങനെയാണ്? അല്ല, പോളിസി എങ്ങനെ ഒരു അത് പറ്റില്ലല്ലോ. അത് ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു റെക്കോർഡാണല്ലോ. ആ റെക്കോർഡ് ഉണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് നടക്കുന്ന എന്താണെന്നൊന്നും പറയേണ്ട കാര്യമില്ല. ക്യാബിനറ്റ് മീറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ അതെല്ലാം മിനിറ്റ് ചെയ്തിരിക്കുന്നതാണ് മുഴുവൻ. എന്നിട്ട് അത് ഗവൺമെന്റിന്റെ ഒരു ഡിസിഷനായിട്ട് നോട്ടിഫൈ ചെയ്യും ഗസറ്റില്. ഇതെല്ലാം അതിന്റെ പ്രൊസീജിയറുകളാണ്. അപ്പോ ഈ പ്രൊസീജിയറുകളെല്ലാം തന്നെ അത് കംപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നില്ല. കാരണം ഒന്നുകിൽ ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതാണ് തീരുമാനിക്കേണ്ടത്. ക്യാബിനറ്റിന്റെ ഡിസിഷൻ ഉണ്ടോ അതോ ക്യാബിനറ്റിന്റെ ഡിസിഷൻ ഇല്ലേ? പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഒരു ഇഷ്യൂ ക്യാബിനറ്റിന്റെ ഡിസിഷൻ വരേണ്ടതാണോ അല്ലയോ എന്നുള്ളത്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ്. പക്ഷെ പോളിസി മാറ്റേഴ്സ് എല്ലാം ക്യാബിനറ്റാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ഒരു നിലപാട്.